ഓടാ ഞാൻ തുടങ്ങി. ഓ പോരാ പോരാ 10 മിനിറ്റ് നാളെ ഞാൻ വിളിക്കാ. ഇറങ്ങി എന്താടി ചേട്ടൻ എങ്ങോട്ടായി പോന്നേ? നല്ല മഴയൊക്കെ അല്ലേ? ഒന്ന് പാറമഴ അവിടെ പോയി മീൻ പിടിക്കാൻ തിരിച്ചു പറഞ്ഞോ. ഞാൻ വരുന്നു. കാലവരെ അടിക്കും ഞാൻ നാത്തു വരുന്ന പടിയടി പൊടി. മുത്തശ്ശന ആദ്യം അകത്തു പോവാ. നല്ല പ്രായമായില്ലേ ചേട്ടന്? അടങ്ങി ഒതുങ്ങി കാണാൻ പോയിരുന്നൂടെ? പ്രായം എനിക്ക് ഇത്രയും ചെറിയൊരു പയ്യന്റെ മുഖത്ത് നോക്കി പ്രായം എന്ന് പറയുന്നത് നിനക്ക് നാണല്ലേടി? മറ്റേ പേര് വിളിക്കണോ? കിളവൻ. മോള് വിളി ആ പേര്. നീ വിളിയടി. നീ വിളിച്ച് തീരുമ്പോ നീ നിക്കണ മഴയുടെ നടുക്കായിരിക്കും. നിന്ന് കുളിക്കത്തേ ഉള്ളു അവിടെ. ചിലവരൊന്നും പഠിക്കാൻ നോക്കും. ഞാൻ പോയിട്ട് അമ്മൂമ്മ ഇങ്ങനെ എന്റെ അടുക്കളയല്ലേ? ആളെയും അമ്മ പറഞ്ഞില്ലല്ലോ. അളിയോ അളിയോ ആ വാ തൊറ. എന്തുവാടാ കിടന്ന് വിളിച്ചോണ്ടിരിക്കണേ? ഇന്നലെയോ അളിയൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞില്ലല്ലോ. പോയിട്ട് വന്നിട്ട് പറഞ്ഞില്ലല്ലോ? എന്തോന്ന് പറയാൻ? അല്ല പോയ കാര്യം എന്തായി? ഞാൻ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം നിനക്കറിയാവോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കാര്യം നിനക്ക് അറിയണ്ടേ? അല്ല അളിയൻ പോകുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഏതോ ഫ്രണ്ടിന്റെ കമ്പനിയിൽ എന്തോ ജോലി ചോദിക്കാൻ പോകണമെന്നോ എന്തോ. ഞാൻ ജോലിക്കാര്യത്തിനൊന്നും പോയതല്ലോ, വേറൊരു കാര്യത്തിന് പോയതാ. കറങ്ങാൻ പോയതാ. പാറുവേ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? പടം വരയ്ക്കാനില്ലേ? എന്തെങ്കിലും ഒന്ന് പോയി ചെയ്യും. മനസ്സിലായി. മകളൊരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് ചെല്ലേ. എന്തോറ്റി ചേച്ചിയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചിയായിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണോ? ഞാൻ ഉണ്ടാക്കണോ? നീ പറ. സിദ്ധുമ വന്നായിരുന്നോ? നീ എന്താടാ സിദ്ധു വന്ന കാര്യം പറയാഞ്ഞേ? അളിയൻ വന്നാലും നമ്മൾ പോലും ഇതുവരെയായിട്ട് അറിഞ്ഞില്ല. പിന്നല്ലേ പറയേ. വല്ലതും കഴിച്ചായിരുന്നോ മക്കളെ? അമ്മൂമ്മ, ഞാൻ പുറത്തുനിന്ന് ചായ കുടിച്ചായിരുന്നു. അയ്യോ, ചായ മാത്രമേ കുടിച്ചുള്ളോ? എനിക്ക് വിശക്കുന്നില്ല. മാത്രമല്ല ഇങ്ങോട്ട് വന്നു കയറിയപ്പോ തന്നെ വയറങ്ങ് നിറഞ്ഞേ. വന്നു കയറിയപ്പോ വയറ് നിറഞ്ഞതാ? അല്ല, വിശപ്പൊക്കെ അങ്ങ് പോയി വന്നു കയറിയപ്പോ. അതാ പറഞ്ഞേ. കുറച്ച് കഴിയുമ്പോഴേ ഊണ് റെഡിയാവും. അപ്പൊ കാര്യമായിട്ട് കഴിക്കാം. ആയിക്കോട്ടെ. സിദ്ധു, നീ എപ്പോ വന്നേ? ഞാൻ എത്തിയിട്ട് കുറച്ചു നേരമായി. അളിയൻ വന്നാലും ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. മോനെ, ലച്ചു വിളിച്ചായിരുന്നോ? എപ്പോ വരുമെന്ന് പറഞ്ഞു? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. മോൻ പോയ കാര്യം എന്തായി? എങ്ങോട്ട് പോയ കാര്യം അമ്മൂമ്മ? അല്ല, എന്തോ ജോലിയുടെ ആവശ്യത്തിന് പോവാന്നല്ലേ പറഞ്ഞത്? അമ്മൂമ്മ, ഞാനേ ജോലിയുടെ കാര്യം ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓ, അളിയൻ വേറെന്തോ ജോലിയെ പറ്റി കണ്ടുപിടിച്ച്. അത് സസ്പെൻസ് അല്ലേ അളിയ? സസ്പെൻസ്, വലിയ സസ്പെൻസ് ആക്കി വെച്ചേക്കോ എന്റെ ജോലിക്കാര്യം. എന്തേ? நான் அப்பவே நினைச்சேன் நீ ஏதாவது நல்ல விஷயமா செய்வேன்னு. അളയോ, ഈ ജോലി എന്ന് പറയുമ്പോ ഏത് സ്ഥലത്ത്? എനിക്ക് രണ്ടിടത്തുനിന്ന് ഓഫർ വന്ന് കിടപ്പുണ്ട്. ഒന്ന് തുമ്പയിൽ നിന്ന്, പിന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. എവിടെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ശ്രീഹരിക്കോട്ടയിൽ തുമ്പേന്നു എന്തോ ജോലി അളിയാ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങാത്ത റോക്കറ്റുകൾ ഉണ്ടല്ലോ, നമ്മളെ ചെന്നിട്ടൊന്ന് തീ ഇട്ടിട്ട് പൊക്കി അങ്ങ് വിടണം. അപ്പൊ പൊക്കോളൂ ഇങ്ങനെ മേളോട്ട്. இந்த ராக்கெட்டுக்கு தீ கொடுக்கற வேலைக்கு நிறைய சம்பளம் எல்லாம் கிடைக்குமா? അതിന് ശമ്പളമായിട്ടൊന്നും കിട്ടത്തില്ല. വേണമെങ്കിൽ 1-2 റോക്കറ്റ് ഒക്കെ എടുത്ത് കറങ്ങാൻ പോവാം. വേണമെങ്കിൽ മധുരയ്ക്കും വരാം. நல்ல வேலை இல்லம்மா. എന്തൊരു വർത്താനാടാ പറയുന്നേ? അമ്മൂമ്മ അത് കാര്യമായിട്ട് എടുക്കാൻ നിൽക്കണ്ട. അളിയന്റെ മൂഡ് കുറച്ച് നേരമായിട്ട് ശരിയല്ലാതിരിക്കുകയായിരിക്കണം. വിട്ടേക്ക്, അമ്മൂമ്മ ഒന്നും പറയാൻ പോണ്ട. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. கேசு, அந்த வேலைக்கு ஏதாவது பிரச்சனையா? എന്റെ പൊന്നാൻറ്റി, തീ കൊളുത്തിയാലൊന്നും റോക്കറ്റ് പോത്തില്ല. പിന്നെ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആക്കിയാലേ പോത്തുള്ളൂ.